കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. എല്ലാവർക്കുമേറെ പ്രതീക്ഷയുണ്ടായിരുന്ന ബജറ്റായിരുന്നു ഇത്. ക്ഷേമ പെൻഷൻ വർധനവ് ഉൾപ്പെടെ ബജറ്റിൽ ഉണ്ടായേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവൊന്നും ഈ ബജറ്റിൽ വരുത്തിയിട്ടില്ല. പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നതടക്കം പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ ഭൂനികുതിയും കോടതി ഫീസും വർദ്ധിപ്പിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് പൂർത്തിയായിരിക്കുകയാണ്. ക്ഷേമ പെൻഷന്റെ 3 മാസത്തെ കുടിശ്ശിക സമയബന്ധിതമായി നൽകുമെന്ന് മാത്രമായിരുന്നു ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമബത്ത ഏപ്രിലിലെ ശമ്പളത്തിൽ നൽകും. ഭൂനികുതി 50% വർദ്ധിപ്പിക്കുകയും ചെയ്തു. കോടതി ഫീസിലും വർധന പ്രഖ്യാപിച്ചു. ആൾതാമസമില്ലാതെ കിടക്കുന്ന വീടുകളുടെ സാധ്യതകൾ മനസ്സിലാക്കി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി K-ഹോംസ് പദ്ധതി അനുവദിച്ചിട്ടുണ്ട്. വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടിന്റെ സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്തുവാനും ഇതിലൂടെ സാധിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞത്തെ പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഉൾനാടൻ ഗതാഗതത്തിന് 500 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതോടൊപ്പം ആരോഗ്യ മേഖലയ്ക്ക് 10,431.73 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. കാരുണ്യ പദ്ധതിക്കായി 700 കോടി രൂപയാണ് അനുവദിച്ചത്. പൊതുമരാമത്ത്, പാലങ്ങൾക്കും റോഡുകൾക്കുമായി 3061 കോടി രൂപ വകയിരുത്തിയെന്നും ധനമന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ബജറ്റ് വിഹിതം 15,980.41 കോടിയായി ഉയർത്തി. പ്രവാസികളുടെ നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ ലോക കേരള കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും ധനമന്ത്രി ബജറ്റ് അവതരണത്തിൽ പറഞ്ഞു. ഇതിനായി 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോയുടെ വികസനം തുടരുമെന്നും അതിവേഗ റെയിൽപാതയ്ക്ക് ശ്രമം തുടരുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡു 600 കോടി ഫെബ്രുവരിയിൽ നൽകുമെന്ന് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചു. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതിയും ബജറ്റിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 15 വർഷം കഴിഞ്ഞ ബൈക്ക്, മുച്ചക്ര വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ നികുതിയും 50% വർദ്ധിപ്പിച്ചു. സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഈ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിൽ സാധാരണ ജനങ്ങൾക്ക് ആശ്വാസമാകും വിധമുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലുകളും ഈ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതേസമയം സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് യാതൊരു പരിഗണനയുമില്ലാത്ത പൊള്ളയായ ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് BD സതീശനും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.